അനധികൃത നിർമ്മാണങ്ങൾക്കും ഭൂമി കയ്യേറ്റത്തിനുമെതിരെ ശക്തമായ നടപടി തുടർന്ന് പശ്ചിമബംഗാൾ സർക്കാർ. അസൻസോളിൽ പാർട്ടി ഓഫീസുകളും തൃണമൂൽ കോൺഗ്രസ് നേതാവും കൗൺസിലറുമായ അശോക് രുദ്രയുടെ ഓഫീസും ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചു നീക്കി. പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കി BJP ഭരണം പിടിച്ചതോടെ അനധികൃത കയ്യേറ്റങ്ങൾക്കെതിരെ ശക്തമായ നടപടിയാണ് ഉണ്ടാകുന്നത്. സർക്കാർ ഭൂമിയിലെ അനധികൃത നിർമ്മാണവും കയ്യേറ്റങ്ങളും ഒഴിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി വ്യക്തമാക്കി. കൊൽക്കത്തയിൽ അനധികൃതമായി കയ്യേറ്റം നടത്തിയ തെരുവ് കച്ചവടക്കാരെ ഒഴിപ്പിക്കുന്നതിനെതിരെ തൃണമൂൽ കോൺഗ്രസ് രംഗത്ത് വന്നിരുന്നു. എന്നാൽ എതിർപ്പ് വകവയ്ക്കാതെ ശക്തമായ നടപടിയുമായി സർക്കാർ മുന്നോട്ടുപോയി. തൃണമൂൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളടക്കമുള്ളവരുടെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുകയും അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചുമാറ്റുകയും ചെയ്തു. സംസ്ഥാന വ്യാപകമായി കയ്യേറ്റങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായാണ് അസൻസോളിലും ബുൾഡോസറുകൾ ഉപയോഗിച്ച് പൊളിച്ചുമാറ്റൽ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അസൻസോളിൽ കയ്യേറ്റ ഭൂമിയിൽ നിർമ്മിച്ച നിരവധി പാർട്ടി ഓഫീസുകൾ പൊളിച്ചുമാറ്റി. ഇവിടെ തൃണമൂൽ കോൺഗ്രസ് നേതാവും കൗൺസിലറുമായ അശോക് രുദ്രയുടെ ഓഫീസും പൊളിച്ചുമാറ്റിയ കെട്ടിടങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഏത് വമ്പനാണെങ്കിലും ഭൂമി കയ്യേറ്റത്തിലും അനധികൃത നിർമ്മാണങ്ങളുടെ കാര്യത്തിലും മുഖം നോക്കാതെ നടപടിയുണ്ടാകുമെന്നാണ് പശ്ചിമബംഗാൾ സർക്കാരിന്റെ നിലപാട്. ജനം, ഡൽഹി.